നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമല മകരവിളക്ക് ദർശനത്തിനായുള്ള ഒരുക്കങ്ങൾ ജില്ലയിൽ പൂർത്തിയായി. ദർശന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് പുല്ലുമേട്, പരുന്തുംപാറ, പാഞ്ചാലിമേട് എന്നിവിടങ്ങളിൽ. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭക്തർ ഇത്തവണ എത്തുമെന്ന് പ്രതീക്ഷ. ചിന്നക്കനാലിൽ ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവന്നിരുന്ന അനിശ്ചിതകാല റിലേ നിരാഹാര സമരം അവസാനിപ്പിച്ചു. സമരം അവസാനിപ്പിച്ചത് ഡിജിറ്റൽ റീസർവേയിൽ കൈവശക്കാരുടെ ഭൂമി ഉൾപ്പെടുത്തേണ്ട എന്ന സർക്കാർ നിലപാട് ഹൈക്കോടതി സ്റ്റേ ചെയ്തതിനെ തുടർന്ന്. സർക്കാർ നിലപാട് അനുകൂലമല്ലെങ്കിൽ സമരം വീണ്ടും പുനരാരംഭിക്കും. നെടുങ്കണ്ടം മുണ്ടിയരുമയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നടന്ന വ്യാപക മോഷണത്തിൽ നിർണായക കണ്ടെത്തലുമായി പോലീസ്. CCTV ദൃശ്യങ്ങളുടെ ശാസ്ത്രീയ പരിശോധനയിൽ മോഷണം നടത്തിയത് ഒരാൾ മാത്രമാണെന്ന് കണ്ടെത്തി. ആദ്യം 6ഓളം ആളുകൾ ഉണ്ടെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. ESI ആശുപത്രികൾ വഴിയുള്ള റീഇംബേഴ്സ്മെന്റ് ക്ലെയിമുകൾ ഇടുക്കിയിലെ സാധാരണക്കാർക്ക് നഷ്ടമാകുന്നു. പ്രതിസന്ധിക്ക് കാരണം ക്ലെയിമിനായി OP ടിക്കറ്റ് നിർബന്ധമാക്കിയും OP ടിക്കറ്റിൽ തന്നെ ഡോക്ടർ മരുന്നുകൾ എഴുതണമെന്നുള്ള ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഡയറക്ടറേറ്റിന്റെ സർക്കുലർ എത്തിയതും ESI ഡിസ്പെൻസറികളിൽ ആവശ്യത്തിന് മരുന്നില്ലാത്തതും സാധാരണക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. വിശദമായ വാർത്തകൾ. ശബരിമല മകരവിളക്ക് ദർശനത്തിനായുള്ള ഒരുക്കങ്ങൾ ജില്ലയിൽ പൂർത്തിയായി. പുല്ലുമേട്, പരുന്തുംപാറ, പാഞ്ചാലിമേട് എന്നിവിടങ്ങളിലാണ് ദർശന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭക്തരെയാണ് ഇത്തവണ അധികൃതർ പ്രതീക്ഷിക്കുന്നത്. 1400ഓളം പോലീസുകാരെയാണ് വിവിധ പോയിന്റുകളിലായി നിയോഗിക്കുക. വള്ളക്കടവിൽ നിന്ന് പുല്ലുമേട് ടോപ്പ് വരെ ഓരോ 2 കിലോമീറ്റർ ഇടവിട്ട ആംബുലൻസ്, മെഡിക്കൽ ടീമിന്റെ സേവനം, 1 കിലോമീറ്റർ ഇടവിട്ട കുടിവെള്ള സൗകര്യം എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ICU, ആംബുലൻസ്, മെഡിക്കൽ ടീം തുടങ്ങിയ സേവനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിലാണ് ലഭ്യമാക്കുക. പൊതുമരാമത്ത് വകുപ്പ് സുരക്ഷാ ബാരിക്കേഡ് നിർമ്മാണം പൂർത്തിയാക്കി. ഉപ്പുപാറ, പുല്ലുമേട് എന്നിവിടങ്ങളിൽ 5000 ലിറ്റർ വാട്ടർ ടാങ്കുകൾ സ്ഥാപിക്കുന്ന ജോലി വാട്ടർ അതോറിറ്റി പൂർത്തിയാക്കി. കോഴിക്കാനത്ത് 2000 ലിറ്റർ വെള്ളം ശേഖരിക്കാൻ കഴിയുന്ന ടാങ്കും മറ്റ് സ്ഥലങ്ങളിൽ ചെറിയ ടാങ്കുകളും സ്ഥാപിച്ചു. 6 പോയിന്റുകളിൽ അഗ്നിരക്ഷാ വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കോഴിക്കാനം മുതൽ പുല്ലുമേട് വരെ 14 കിലോമീറ്റർ വെളിച്ച സംവിധാനം ഒരുക്കി. ഭക്തർക്ക് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ അറിയിപ്പുകൾ നൽകും. പുല്ലുമേട് ടോപ്പിൽ മിന്നൽ രക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കോഴിക്കാനം, പുല്ലുമേട് എന്നിവിടങ്ങളിൽ വനംവകുപ്പ് ഭക്തർക്കായി കഫറ്റീരിയ സേവനം നൽകും. മകരവിളക്ക് ദിവസം BSNL പുല്ലുമേട്ടിൽ മൊബൈൽ സേവനം ഉറപ്പാക്കും. കുമളിയിൽ നിന്ന് KSRTC ബസ്സുകൾ ഉച്ചയ്ക്ക് 1 മണി വരെ മാത്രമാകും സർവീസ് നടത്തുക. 65 സർവീസുകളാണ് നിലവിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ ആവശ്യമെങ്കിൽ കൂടുതൽ ബസ്സുകൾ എത്തിക്കും. വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വഴി ഉച്ചയ്ക്ക് 2 മണി വരെ മാത്രമേ ഭക്തരെ പ്രവേശിപ്പിക്കുകയുള്ളൂ. ശബരിമലയിൽ നിന്ന് പുല്ലുമേട്ടിലേക്ക് രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ മാത്രമേ യാത്ര ചെയ്യാൻ കഴിയൂ. വിളക്ക് കണ്ടു കഴിഞ്ഞ ശേഷം തിരികെ ശബരിമലയിലേക്ക് പോകാൻ അനുവദിക്കില്ല. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിന് കർപ്പൂരം കത്തിക്കുന്നതടക്കമുള്ളവ പുല്ലുമേട്ടിൽ ഒഴിവാക്കണമെന്ന് അധികൃതർ അറിയിച്ചു. പ്ലാസ്റ്റിക്, നിരോധിത വസ്തുക്കൾ തുടങ്ങിയവ അനുവദിക്കില്ല. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് സ്റ്റേഡിയം, വാളാടി ഗ്രൗണ്ട് എന്നിവിടങ്ങളിലാണ് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. തമിഴ്നാട്ടിൽ നിന്ന് ശബരിമല ദർശനത്തിനായി എത്തുന്ന ഭക്തർ കുമളിയിൽ നിന്ന് കമ്പമെട്ട്, കട്ടപ്പന, കുട്ടിക്കാനം വഴി യാത്ര ചെയ്യണമെന്നും അധികൃതർ അറിയിച്ചു. ഈ വർഷത്തെ മകരജ്യോതി ദർശനത്തിന് പരുന്തുംപാറയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്ന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. മുൻവർഷങ്ങളിലേക്കാൾ കൂടുതൽ പേർ മകരജ്യോതി ദർശനത്തിന് പരുന്തുംപാറയിൽ എത്താൻ സാധ്യതയുണ്ടെന്ന നിഗമനത്തിലാണ് അധികൃതർ. കല്ലാർ കവരയിൽ കമാനം സ്ഥാപിച്ചു. പരുന്തുംപാറയിലേക്ക് എത്തുന്ന പാതയുടെ ഇരുവശങ്ങളും തെളിക്കുകയും കുഴികൾ മണ്ണിട്ട് നികത്തുകയും ചെയ്തു. വഴിവിളക്കുകൾ പ്രവർത്തന സജ്ജമാക്കി. കൂടാതെ പരുന്തുംപാറയിലും പരിസരത്തും വൈദ്യുതി വിളക്കുകൾ സ്ഥാപിച്ചു. അപകട സാധ്യതയുള്ള മേഖലകൾ വേലികെട്ടിയും ബാരിക്കേഡ് ഉപയോഗിച്ചും തിരിച്ചു. മരുന്നുകൾ, കുടിവെള്ളം, മറ്റു മെഡിക്കൽ സംവിധാനങ്ങൾ എന്നിവ സജ്ജമാക്കി. കൂടാതെ ഭക്തർക്ക് പ്രാഥമിക കൃത്യം നിർവഹിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ പരുന്തുംപാറയ്ക്ക് ചുറ്റും കനത്ത മഞ്ഞിറങ്ങുന്ന മേഖലയായതിനാൽ മകരജ്യോതി ദർശിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ പകരം LED സ്ക്രീനിൽ തത്സമയ മകരവിളക്ക് സംപ്രേഷണവും ഒരുക്കിയിട്ടുണ്ട്. പോലീസും ഫയർഫോഴ്സും എല്ലാ സമയവും പ്രദേശത്ത് സുരക്ഷയ്ക്കായി പരിശോധനകൾ നടത്തും. നിയന്ത്രണങ്ങളോടെ മാത്രമേ ആളുകളെ ഇവിടേക്ക് പ്രവേശിക്കുകയുള്ളൂ. പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മേഖലയിൽ ശുചീകരണ പ്രവർത്തനങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട്. ചിന്നക്കനാലിൽ ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവന്നിരുന്ന അനിശ്ചിതകാല റിലേ നിരാഹാര സമരം അവസാനിപ്പിച്ചു. ഡിജിറ്റൽ റീസർവേയിൽ കൈവശക്കാരുടെ ഭൂമി ഉൾപ്പെടുത്തേണ്ട എന്ന സർക്കാർ നിലപാട് ഹൈക്കോടതി സ്റ്റേ ചെയ്തതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. സർക്കാർ നിലപാട് അനുകൂലമല്ലെങ്കിൽ വീണ്ടും സമരം പുനരാരംഭിക്കും.
റീസർവേയിലെ അപാകതകൾ ഉൾപ്പെടെ വിവിധ ഭൂവിഷയങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട 2 മാസമായി ചിന്നക്കനാൽ നിവാസികൾ നടത്തിവന്ന തുടർ സമരമാണ് താൽക്കാലികമായി അവസാനിപ്പിച്ചത്. പട്ടയം ഇല്ലാത്ത കൈവശ ഭൂമി ഡിജിറ്റൽ റീസർവേയിൽ സർക്കാർ വക ഭൂമി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെതിരെ കർഷകർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കൈവശ ഭൂമി സർക്കാർ വക ഭൂമി എന്ന് രേഖപ്പെടുത്തുന്നത് കോടതി സ്റ്റേ ചെയ്തതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. ഈ ഡിജിറ്റൽ സർവേ സംബന്ധിച്ച് ജനങ്ങൾക്ക് വളരെ ആശങ്കാപരമായ ഒരു പരിപാടിയായിരുന്നു. അത് സർക്കാർ ഡിജിറ്റൽ സർവേ നടക്കുമ്പോൾ ആളുകളുടെ പേരിന്റെ സ്ഥാനത്ത് പട്ടയില്ലാത്ത ഭൂമിയാണെങ്കിൽ സർക്കാർ ഭൂമി എന്നും പറഞ്ഞ് രേഖപ്പെടുത്തിയായിരുന്നു സർക്കാരിന്റെ ആ കോളത്തിൽ പൂരിപ്പിക്കേണ്ടത്. അതിനെതിരായിട്ടാണ് ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിലും സമരസമിതിയുടെ പേരിൽ ഞങ്ങൾ കേസിന് കക്ഷി ചേർത്ത് പോവുകയും ചെയ്തത്. അതിന് താൽക്കാലികമായിട്ട് 2 മാസത്തിന് സ്റ്റേ അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. തുടർ നടപടികളായിട്ട് ഇനി അടുത്ത ഇതിന് തീരുമാനം 2 മാസത്തിനിടയിൽ തീരുമാനം അനുസരിച്ച് തുടർ സമരങ്ങളും ഉണ്ടാവും. അല്ലെങ്കിൽ നിയമപരമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. 61 ദിവസം നാട്ടുകാർ ചിന്നക്കനാൽ സിംഗകണ്ടത്ത് റിലേ നിരാഹാര സമരം നടത്തി. കോടതി സ്റ്റേ നൽകിയിട്ടുണ്ടെങ്കിലും സർക്കാർ നിലപാട് പ്രതികൂലമായാൽ സമരം പുനരാരംഭിക്കും. നെടുങ്കണ്ടം മുണ്ടിയരിമയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നടന്ന വ്യാപക മോഷണത്തിൽ നിർണായക കണ്ടെത്തലുമായി പോലീസ്. മോഷണം നടത്തിയത് ഒരാൾ മാത്രമാണെന്ന് CCTV ദൃശ്യങ്ങളുടെ ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തി. ആദ്യം 6ഓളം ആളുകൾ ഉണ്ടെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. അധികമായി ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുള്ളവർ മേഖലയിൽ നടക്കുന്ന റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആളുകളാണെന്ന് സ്ഥിരീകരിച്ചു. ഈ CCTV ദൃശ്യങ്ങളാണ് നാട്ടുകാരെയും പോലീസിനെയും വരച്ചത്. ദൃശ്യങ്ങളിൽ 6ഓളം ആളുകൾ ഉണ്ട്. എന്നാൽ ഇവരുടെ മുഖം വ്യക്തമല്ല താനും. ഇതോടുകൂടി മോഷണ സംഘത്തിൽ 6ഓളം ആളുകൾ ഉണ്ടെന്നായി പ്രാഥമിക നിഗമനം. മോഷണം നടന്ന കടകളിൽ നിന്നും ലഭിച്ച CCTV ദൃശ്യങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് നൽകി. ഇതിനോടൊപ്പം രാത്രിയിൽ മേഖലയിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളെയും ചോദ്യം ചെയ്തു. ഇതോടുകൂടിയാണ് മോഷണം നടത്തിയത് ഒരാളാണെന്ന കണ്ടെത്തലിലേക്ക് പോലീസ് എത്തിയത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആളാണ് മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണശ്രമവും മോഷണവും നടത്തിയത്. മേഖലയിലെ 10ഓളം സ്ഥാപനങ്ങളിൽ മോഷണ ശ്രമം നടന്നിരുന്നു. 4 സ്ഥാപനങ്ങളിൽ നിന്ന് പണവും ഇലക്ട്രോണിക് ഉപകരണങ്ങളും മോഷ്ടിച്ചു. സമീപ പ്രദേശങ്ങളിൽ മുമ്പ് നടന്നിട്ടുള്ള മോഷണ കേസുകളിലെ പ്രതികളെക്കുറിച്ചടക്കം പോലീസ് അന്വേഷിച്ചു വരികയാണ്. കൂടുതൽ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ESI ആശുപത്രികൾ വഴിയുള്ള റീഇംബേഴ്സ്മെന്റ് ക്ലെയിമുകൾ ഇടുക്കിയിലെ സാധാരണക്കാർക്ക് നഷ്ടമാകുന്നു. ക്ലെയിമിനായി OP ടിക്കറ്റ് നിർബന്ധമാക്കിയതും OP ടിക്കറ്റിൽ തന്നെ ഡോക്ടർ മരുന്നുകൾ എഴുതണമെന്നുള്ള ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഡയറക്ടറേറ്റിന്റെ സർക്കുലർ എത്തിയതുമാണ് പ്രതിസന്ധിക്ക് കാരണം. ESI ഡിസ്പെൻസറികളിൽ ആവശ്യത്തിന് മരുന്നില്ലാത്തതും സാധാരണക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ ESI പദ്ധതിയിൽ അംഗമായിട്ടുള്ള രോഗികൾക്ക് അതാത് ജില്ലയിലെ ഡിസ്പെൻസറികളിൽ നിന്നും കുറിച്ചു നൽകുന്ന മരുന്ന് ഡിസ്പെൻസറിയിൽ ഇല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങി ബില്ല് നൽകിയാൽ ആ തുക ലഭിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്ന മരുന്നുകളുടെ തുക ക്ലെയിം ചെയ്യണമെങ്കിൽ ESI ആശുപത്രിയിൽ നേരിട്ടെത്തി OP ചീട്ടെടുത്ത ഇതേ OP ചീട്ടിൽ ഫിസിഷ്യൻ മരുന്നെഴുതി നൽകുകയും ഇതുമായി അതാത് ജില്ലകളിലെ ഡിസ്പെൻസറികളിലെത്തി അവിടെയും ഡോക്ടറെ കാണിക്കുകയും ഡിസ്പെൻസറികളിൽ ഇല്ലാത്ത മരുന്ന് ഡോക്ടർ പുറത്തേക്ക് കുറിച്ചു നൽകിയെങ്കിൽ വാങ്ങിയതിന്റെ ബില്ല് OP ചീട്ടിനോടൊപ്പം ക്ലെയിം ചെയ്യുകയും വേണം. കഴിഞ്ഞ വർഷം ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഡയറക്ടറേറ്റ് ഇറക്കിയിരിക്കുന്ന സർക്കുലറിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. നിലവിൽ ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികളടക്കമുള്ളവർ മരുന്ന് വാങ്ങണമെങ്കിൽ കൊച്ചിയിലുള്ള ESI ആശുപത്രിയെ ആശ്രയിക്കണം. തുച്ഛമായ രൂപ ക്ലെയിം ലഭിക്കാനായി 1000 രൂപയിലധികം ചെലവഴിച്ച് ഒരു ദിവസം യാത്ര ചെയ്യേണ്ട ഗതികേടിലാണ് തൊഴിലാളികൾ. എൻ്റെ അച്ഛന് കാറ്റിൻ്റെ അസുഖമുണ്ട്, കിഡ്നിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ കട്ടപ്പന ESI ക്ലിനിക്കിൽ നിന്നും മരുന്നുകൾ വാങ്ങുന്നു. സാധാരണഗതിയിൽ ESI ക്ലിനിക്കിൽ നിന്നും മരുന്നുകൾ വാങ്ങുമ്പോൾ അവിടെ ഇല്ലാത്ത മരുന്നുകൾ പുറത്തോട്ട് കുറിച്ച് തരികയാണ് സാധാരണ ചെയ്യുന്നത്. നമ്മൾ പുറത്തേക്ക് കുറിച്ച് തരുന്ന മരുന്നുകൾ വാങ്ങിച്ച് അതിൻ്റെ ബില്ല് ESI ക്ലിനിക്കിൽ കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ 2 മാസത്തിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ആകുമായിരുന്നു. പക്ഷെ 13/1/2023 ഒരു ഉത്തരവ് പ്രകാരം ഈ ബില്ല് കൊടുക്കണ്ടെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ബില്ലുകൾ കിട്ടണമെങ്കിൽ ഈ 1000 രൂപയുടെ അല്ലെ 500, 600 രൂപയുടെ ബില്ലുകൾ പുറത്തുനിന്ന് വാങ്ങുന്ന ബില്ല് നമുക്ക് കിട്ടണമെങ്കിൽ എറണാകുളത്ത് ഓഫീസിൽ ചെന്ന് എഴുതി മേടിച്ചെങ്കിൽ മാത്രമേ
ഈ ബില്ല് നമുക്ക് കട്ടപ്പന ESI ക്ലിനിക്കിൽ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇത് സാധാരണക്കാരനെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് ഏകദേശം 160 കിലോമീറ്ററോളം ദൂരമുണ്ട് എറണാകുളത്തേക്ക് യാത്ര ചെയ്യാനുണ്ട്. അത് അത്ര തന്നെ വണ്ടിക്കൂലി തന്നെ അത്രയും തന്നെയാകും. ESI ഡിസ്പെൻസറികളിൽ ആവശ്യത്തിന് മരുന്നില്ലാത്തതിനാൽ മിക്ക മരുന്നുകളും പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥയാണുള്ളത്. ഇടുക്കിയിലെ ഡിസ്പെൻസറികളിൽ മരുന്നുകൾ എത്തിക്കുന്നതിനൊപ്പം നിലവിലെ മാനദണ്ഡം മാറ്റി മുമ്പുണ്ടായിരുന്നതുപോലെ ഡിസ്പെൻസറികളിലെ ഡോക്ടർമാരിൽ നിന്നും പ്രിസ്ക്രിപ്ഷൻ വാങ്ങാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവണമെന്നാണ് ആവശ്യം. ചക്കുവള അണക്കരയിൽ അമ്മയുടെ കാമുകൻ കുട്ടിയെ മർദ്ദിച്ചതായി പരാതി. സംഭവത്തിൽ നടു അണക്കര സ്വദേശി അജിത്തിനെ വണ്ടൻമേട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശനിയാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. അണക്കരയിൽ 16-കാരനും അമ്മയും താമസിക്കുന്ന വാടക വീട്ടിലെത്തിയാണ് അജിത്ത് കുട്ടിയെ മർദ്ദിച്ചത്. ഭർത്താവ് മരിച്ചതിനു ശേഷമാണ് അജിത്തും 16-കാരന്റെ അമ്മയും സുഹൃത്തുക്കളായത്. ഇടയ്ക്കിടെ ഇവരുടെ വീട്ടിൽ ഇയാൾ എത്താറുണ്ടായിരുന്നു. കുട്ടി അടുത്തിടെ ഇത് പലതവണ ചോദ്യം ചെയ്തു. കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തെ ചൊല്ലി അമ്മയുമായി വഴക്കുണ്ടായി. ഇതറിഞ്ഞാണ് അജിത്ത് രാത്രി വീട്ടിലെത്തിയത്. ഈ സമയം 16-കാരനും സുഹൃത്തുക്കളും വീട്ടിലുണ്ടായിരുന്നു. അജിത്ത് കുട്ടിയെ മർദ്ദിക്കുകയും ഇഷ്ടിക കൊണ്ട് എറിയുകയും കടിച്ച് മുറിവേൽപ്പിക്കുകയും ചെയ്തു. പരിക്കേറ്റ കുട്ടി ആശുപത്രിയിൽ ചികിത്സ തേടി. കുട്ടിയുടെ പരാതിയെ തുടർന്നാണ് പോലീസ് അജിത്തിനെ കസ്റ്റഡിയിലെടുത്തത്. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. പ്രതിയെ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കും. നാഷണൽ NGO കോൺഫെഡറേഷൻ കർഷക സംഗമം സംഘടിപ്പിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. കാർഷിക അഭിവൃദ്ധിയെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന NGO കോൺഫെഡറേഷന്റെ പ്രവർത്തനം മാതൃകാപരമാണ്. കൃഷികൾക്ക് വെള്ളവും വളവും സമയബന്ധിതമായി നൽകിയാൽ ഉൽപാദനം ഇരട്ടിയാക്കാൻ സാധിക്കും. ജലവിഭവ വകുപ്പ് കർഷകർക്കായി മൈക്രോ ഇറിഗേഷൻ പദ്ധതി ആരംഭിക്കുമെന്നും കർഷക സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. നമ്മുടെ നാടിൻ്റെ വളർച്ചയിൽ എല്ലാ തലത്തിലുമുള്ള സഹായങ്ങൾ കാർഷിക അഭിവൃദ്ധിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യേണ്ട സമയമാണ്. ജലസേചന വകുപ്പ് ഒരു ഘട്ടത്തിൽ പാടി ഫീൽഡ് നെൽകൃഷിക്ക് വേണ്ടി മാത്രമായിരുന്നു നമ്മൾ വെള്ളം കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മുടെ കൃഷിയിടങ്ങളിൽ നാണ്യവിളകളെയും കൂടി അതിൻ്റെ ഭാഗമാക്കി മാറ്റാൻ തീരുമാനിക്കുക. നമ്മുടെ ഈൽഡ് വർദ്ധിക്കണം, ഭൂമിയുടെ അളവ് വർദ്ധിക്കുക എന്ന് അസാധ്യമാണ്. എന്നാൽ ഉള്ള ഭൂമിയിൽ കൂടുതൽ അളവിൽ ഉൽപാദനക്ഷമതയുള്ള വിത്തുകളും അതോടൊപ്പം തന്നെ ആവശ്യമായ സഹായവുമെല്ലാം കൊടുത്തുകൊണ്ട് കർഷകർക്ക് സഹായകമാകുന്ന നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജലസേചന വകുപ്പ് മൈക്രോ ഇറിഗേഷൻ പദ്ധതിക്ക് രൂപം നൽകുക. നാഷണൽ NGO കോൺഫെഡറേഷൻ സാധാരണ ജനങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കാൻ രൂപീകരിച്ചതാണ് സീഡ്. കർഷകർക്കായി വിവിധ പദ്ധതികൾ സീഡ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ്. ഇതിനായാണ് കർഷക സംഗമം സംഘടിപ്പിച്ചത്. ജൈവഗ്രാം പദ്ധതിക്ക് യോഗം രൂപം നൽകി. ഒപ്പം വിവിധ കർഷക ക്ലസ്റ്ററുകൾക്കും രൂപം നൽകി. ഇനി മുതൽ സീഡിൽ അംഗങ്ങളായ കർഷകർക്ക് വിത്തും വളവും പകുതി വിലയ്ക്ക് സമയബന്ധിതമായി നൽകും. സംഗമത്തിൽ പങ്കെടുത്ത കർഷകർക്കാണ് മുൻഗണന നൽകുക. കട്ടപ്പന ടൗൺഹാളിൽ നടന്ന സംഗമത്തിൽ നാഷണൽ NGO കോൺഫെഡറേഷൻ കോർഡിനേറ്റർ അനന്തു കൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. നാഷണൽ NGO കോൺഫെഡറേഷൻ ചെയർമാൻ KN ആനന്ദകുമാർ ക്ലസ്റ്ററുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ വിമൻസ് കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ റോസക്കുട്ടി എബ്രഹാം, നാഷണൽ NGO കോൺഫെഡറേഷൻ വർക്കിംഗ് പ്രസിഡന്റ് സുമ അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നാഷണൽ NGO കോൺഫെഡറേഷൻ സെക്രട്ടറി ഷീബ സുരേഷ്, ജില്ലാ പ്രോഗ്രാം ഓഫീസർമാരായ ബിന്ദു ലോഹിതാക്ഷൻ, ബീന സിന്തോൾ, കോർഡിനേറ്റർമാരായ സിനി ബിജു, സിനി മനോജ്, ലിസി തോമസ് എന്നിവർ സംസാരിച്ചു. KPCC പ്രസിഡന്റ് K. സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന സമരാഗ്നി ജാഥ ഫെബ്രുവരി 19 കട്ടപ്പനയിലെത്തും. ഇതിനു മുന്നോടിയായുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം കട്ടപ്പനയിൽ നടന്നു. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് യോഗം ഉദ്ഘാടനം ചെയ്തു. KPCC പ്രസിഡന്റ് K. സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന സമരാഗ്നി ജാഥ ഫെബ്രുവരി 19 കട്ടപ്പനയിൽ എത്തുകയാണ്. ഇതിന് മുന്നോടിയായുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗമാണ് കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നത്. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് യോഗം ഉദ്ഘാടനം ചെയ്തു. പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെയുള്ള കേരള ജനതയുടെ ശക്തമായ പ്രതിഷേധമായി ജാഥ മാറുമെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ഇതൊരു പ്രതിഷേധ യാത്രയാണ്. ഈ നാട്ടിലെ സാധാരണക്കാരായ കർഷകർ, കൂലിത്തൊഴിലാളികൾ എന്നുവേണ്ട ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായ ആളുകളുടെ എല്ലാ തരത്തിലുള്ള അഭിപ്രായങ്ങളെയും സ്വാംശീകരിച്ചുകൊണ്ട് ഈ രണ്ട് ഗവൺമെൻറ്റുകൾക്കുമെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം സമരാഗ്നിയായി ജ്വലിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധ പരിപാടി നടത്തപ്പെടുന്നത്. തീർച്ചയായും ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ട് ജില്ലയുടെ പ്രാദേശികമായ വിഷയങ്ങൾ
സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് ഇടുക്കി ജില്ലയോട് കാണിക്കുന്ന ചിറ്റമ്മ നയം ഈ നാട്ടിലെ കർഷകരും സാധാരണക്കാരായ മുഴുവൻ ആളുകളും വലിയ ദുരിതത്തിലാണ്. ഈ ഗവൺമെൻറ് തന്നെ പ്രാബല്യത്തിൽ വരുത്തിയ കരിനിയമങ്ങൾ, ആ കരിനിയമങ്ങളുടെ അടിച്ചേൽപ്പിക്കൽ വഴിയായി ജില്ലയിലെ വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായി തടസ്സപ്പെടുക മാത്രമല്ല, എന്തിനേറെ പറയുന്നു, പട്ടയം പോലും ലഭിക്കാത്ത തരത്തിലേക്ക് നിയമക്കുരുക്കിലേക്ക് ഈ നാടിനെ ഇടതുപക്ഷ ഗവൺമെൻറ് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ്. യോഗത്തിൽ കട്ടപ്പന ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷനായിരുന്നു. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി, UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, KPCC സെക്രട്ടറി തോമസ് രാജൻ, AP ഉസ്മാൻ, സിറിയക് തോമസ്, സേനാപതി വേണു, MT അർജുനൻ, അഡ്വക്കേറ്റ് KJ ബെന്നി, N പുരുഷോത്തമൻ, PA അബ്ദുൾ റഷീദ്, ജോർജ് കൂറുംപുറം, റോബിൻ കാരക്കാട്ട്, CS യശോധരൻ, അനീഷ് ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. വണ്ടിപ്പെരിയാർ ഡൈമുക്ക് ചന്ദ്രവനത്ത് ബൈക്കും ഓട്ടോയും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. ഇവരെ വണ്ടിപ്പെരിയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. ഓട്ടോറിക്ഷ ഡ്രൈവർ ചന്ദ്രവനം ഭാഗത്ത് താമസിക്കുന്ന ഓമനക്കുട്ടൻ, ബൈക്ക് യാത്രികനായ മൂങ്കലാർ സ്വദേശി ചാൾസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വണ്ടിപ്പെരിയാർ ഭാഗത്തു നിന്ന് മൂങ്കലാർ ഭാഗത്തേക്ക് സ്വകാര്യ തോട്ടത്തിലെ അതിഥി തൊഴിലാളികളുമായി പോകുകയായിരുന്ന ഓട്ടോറിക്ഷയിൽ എതിർദിശയിൽ നിന്ന് വന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 2 വാഹനങ്ങളും മറിഞ്ഞു. ഓട്ടോറിക്ഷയിൽ 4 വയസ്സ് പ്രായമുള്ള കുട്ടി ഉൾപ്പെടെയാണ് ഉണ്ടായിരുന്നത്. ഇവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇതുവഴി എത്തിയവരാണ് പിന്നീട് അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. കഴുത്തിന് പരിക്കേറ്റ ബൈക്ക് യാത്രികൻ ചാൾസിനെ വിദഗ്ധ ചികിത്സയ്ക്കായി കാഞ്ഞിരപ്പള്ളിയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷന് സമീപം ബൈക്കും കാറും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. വണ്ടിപ്പെരിയാർ സ്വദേശികളായ അഖിൽ, ജോയ്സൺ ഡാനിയൽ, തിരുവല്ല സ്വദേശികളായ ഷബാന, സഫിയ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ വണ്ടിപ്പെരിയാർ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷന് സമീപത്താണ് ബൈക്കും കാറും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. വണ്ടിപ്പെരിയാർ സ്വദേശികളായ അഖിൽ, ജോയ്സൺ ഡാനിയേൽ, തിരുവല്ല സ്വദേശികളായ ഷബാന, സഫിയ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ വണ്ടിപ്പെരിയാർ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവല്ല സ്വദേശികളായ ഒരു കുടുംബത്തിലെ 5 അംഗ സംഘം സഞ്ചരിച്ചിരുന്ന വാഹനവും അർണക്കല്ലിൽ നിന്നും വണ്ടിപ്പെരിയാറിലേക്ക് വരികയായിരുന്ന ബൈക്കും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. തിരുവല്ല സ്വദേശികൾ തമിഴ്നാട് കമ്പം പൂശാലംപെട്ടിയിൽ ചികിത്സ കഴിഞ്ഞ് മടങ്ങി വരവെയായിരുന്നു അപകടം. ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്ന വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷന് സമീപത്തെ വളവിൽ വാഹനം വരുന്നത് ശ്രദ്ധിക്കാതെ ബൈക്ക് റോഡിലേക്ക് ഇറക്കിയതാണ് അപകട കാരണം. പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കാഞ്ചാർ സ്വരാജ് മറ്റപ്പള്ളിക്കവല കോളനി റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധം ശക്തം. പ്രദേശവാസികൾ റോഡിൽ വാഴ നട്ടും കഞ്ഞി വെച്ചു കുടിച്ചും പ്രതിഷേധിച്ചു. 2 വർഷത്തോളമായി റോഡിൽ അറ്റകുറ്റപ്പണികൾ നടന്നിട്ടില്ല. കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിലെ തൊപ്പിപ്പാള മറ്റപ്പള്ളിക്കവല കോളനി റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. നിലവിൽ റോഡ് യാതൊരു വിധത്തിലുള്ള സഞ്ചാരത്തിനും സാധിക്കുന്ന അവസ്ഥയിലല്ല. കഴിഞ്ഞ 2 വർഷത്തോളമായി റോഡിൽ യാതൊരുവിധ അറ്റകുറ്റപ്പണികളും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ റോഡ് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. തൊപ്പിപ്പാള മുതൽ മറ്റപ്പള്ളിക്കവല വരെയുള്ള 1 കിലോമീറ്റർ ഭാഗമാണ് പൂർണ്ണമായും തകർന്നു കിടക്കുന്നത്. ഇതിൽ SC കോളനി ഭാഗം വലിയ തോതിൽ തകർന്നു കിടക്കുന്നതായി നാട്ടുകാർ പറയുന്നു. ശരിക്കും പറഞ്ഞ ഒരു സമര പോരാട്ടത്തിൽ നമുക്ക് നേടിയെടുത്തൊരു വഴിയത്. ഈ വഴി നല്ല വൃത്തിയായിട്ട് കടന്നുകൊണ്ടിരുന്ന വഴിയാണ്. ഇത് ഈ കാലഘട്ടങ്ങളിൽ ഈ മരത്തേന്നായിക്കിട്ട് വെള്ളം കഴിഞ്ഞ് റോഡ് മൊത്തം കംപ്ലീറ്റ് പോയി. ഈ റോഡിന് വേണ്ടി 7 ലക്ഷം രൂപ അനുവദിച്ചെന്നൊക്കെ പറയുന്നു. നമുക്കിത് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല. അതിനെക്കുറിച്ച് ഞാൻ പലതവണ വിളിച്ച് ചോദിച്ചപ്പോഴും ആർക്കും ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. എടുത്തൊരു വേറെയാണ്, പിന്നെ കോൺട്രാക്ടേഴ്സ് എടുത്തിട്ടുണ്ട്. ഇത് ഇന്ന് പണി തീരും, മാർച്ച് 31 മുന്നേ പണി തീരും എന്നൊക്കെ പറയുന്നു. നമുക്കതുകൊണ്ട് കാര്യമില്ല. എത്രയോ പേരെ എവിടെ വന്ന് വീഴുന്നതെന്നറിയും ബൈക്കുമായിട്ടും. അല്ലെ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും വന്ന് വീണച്ച് നെറ്റിയും പൊട്ടി തലയും പൊട്ടി എന്നും വീട്ടിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് അടിയന്തരമായ രീതിയിൽ ഇത് വളരെ വൃത്തിയായ രീതിയിൽ ചെയ്തു തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, നാട്ടുകാർക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് താമസിക്കുന്ന ഗർഭിണിയായ യുവതിയെ ആശുപത്രിയിൽ എത്തിക്കുവാൻ 500 മീറ്ററോളം എടുത്തുകൊണ്ടാണ് വാഹനത്തിന്റെ സമീപത്തേക്ക് എത്തിച്ചത്. കൂടാതെ ഒരു രോഗിയെ വാഹനത്തിന് അടുത്തേക്ക് എത്തിക്കാൻ വൈകിയത് മൂലം മരിച്ച സംഭവവും ഉണ്ടായിട്ടുള്ളതായി പ്രദേശവാസികൾ പറയുന്നു. 2 വർഷം മേളിലായി ഈ റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയത്. കഷ്ടപ്പെട്ട് ഒരു 40-45 വർഷം മുൻപ് കഷ്ടപ്പെട്ട് കേസും ബഹളം ഉണ്ടാക്കിയാണ് ഈ റോഡ് ഉണ്ടാക്കിയത്. ഈ തൊട്ടുമേലെ കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ മരിച്ചു. ആ ചേട്ടൻ ഒരു 250 മീറ്ററിൽ ആ ചേട്ടനെ ആംബുലൻസ് ഇവിടെ വന്ന് ആംബുലൻസുകാർ നിർത്തുമായിരുന്നു. എടുത്തുകൊണ്ടെങ്കിൽ ഈ തൊട്ടുമേലെ ചേച്ചിയുടെ കൊച്ച് പ്രസവിച്ച് കിടക്കുക. ഫുൾ ഓപ്പറേഷനായിരുന്നു. അതിനെപ്പോലും ഇവിടെ 150 മീറ്റർ അപ്പുറം അങ്ങോട്ട് നിർത്തിയിരിക്കുന്നത്. ഒരു കാൽനടയ്ക്ക് പോലും ഇതിലെ കയറാൻ പറ്റത്തില്ല. ജനപ്രതിനിധികളടക്കം പ്രശ്നത്തിൽ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാൻ തയ്യാറാകാത്തതുമൂലം പ്രദേശവാസികൾ ഏറെ ദുരിതത്തിലാണ്. എത്രയും വേഗം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് ആവശ്യം.
വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയുടെ കൊലപാതക കേസ് വീണ്ടും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രീയ മഹിളാ ജനതാദൾ ഭാരവാഹികൾ രംഗത്ത്. സംസ്ഥാന ഭാരവാഹികൾ പെൺകുട്ടിയുടെ ഭവനം സന്ദർശിച്ചു. നീതി ലഭിക്കും വരെ പെൺകുട്ടിയുടെ കുടുംബത്തോടൊപ്പം നിൽക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി നിഷേധിക്കപ്പെട്ടതോടെയാണ് ആശ്വാസവാക്കുകളുമായി രാഷ്ട്രീയ മഹിളാ ജനതാദൾ സംസ്ഥാന ഭാരവാഹികൾ കുട്ടിയുടെ വീട് സന്ദർശിച്ചത്. കേസിൽ പുനരന്വേഷണം നടത്തണമെന്നും രാഷ്ട്രീയ മഹിളാ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് OP ജിഷ ആവശ്യപ്പെട്ടു. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ കേസ് എത്രയും പെട്ടെന്ന് തന്നെ പുനരന്വേഷണം നടത്തിക്കൊണ്ട് കുറ്റവാളികളെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ SC കുടുംബമാണ് ഇവർ. ആ SC കുടുംബത്തിൻ്റെ ഒരു പരിഗണന പോലും ഈ കേസുമായി ബന്ധപ്പെട്ട് അവർക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ശക്തമായിട്ട് അധികൃതർ പുനരന്വേഷണം നടത്തിക്കൊണ്ട് കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം. പെൺകുട്ടിയുടെ കുടുംബത്തോടൊപ്പം ഏറെ നേരം ചിലവഴിച്ച ശേഷമാണ് പ്രവർത്തകർ മടങ്ങിയത്. കുടുംബത്തിന് നീതി ലഭിക്കും വരെ ഒപ്പമുണ്ടാകുമെന്നും ഇവർ ഉറപ്പു നൽകി. സംസ്ഥാന പ്രസിഡന്റിനൊപ്പം കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഓമന വിദ്യാധരൻ, ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കുട്ടിയമ്മ, സെക്രട്ടറി ശ്രീകല വിജയൻ, മറ്റ് ഭാരവാഹികളായ അശ്വതി മനു, ഷനീർ മഠത്തിൽ തുടങ്ങിയവരും പെൺകുട്ടിയുടെ വീട്ടിലെത്തിയിരുന്നു. വഴിത്തർക്കത്തിൽ പക്ഷം പിടിച്ചെന്നാരോപിച്ച് ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ വീടിന്റെ ജനൽ ചില്ല് എറിഞ്ഞുടയ്ക്കുകയും വൃദ്ധമാതാവിനെ ആക്രമിക്കുകയും ചെയ്തതായി പരാതി. ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ് മെമ്പർ ചിന്നാർ 3-ാം മൈൽ മഴുവഞ്ചേരിൽ ടോണി മാത്യുവിന്റെ വീട്ടിൽ കയറിയാണ് ആക്രമണം നടത്തിയത്. സംഭവത്തിൽ മാമൂട്ടിൽ മഹേന്ദ്രനെതിരെ ഉപ്പുതറ പോലീസ് കേസെടുത്തു. വഴിത്തർക്കത്തിൽ പക്ഷം പിടിച്ചെന്നാരോപിച്ച് ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗം ടോണി മാത്യുവിന്റെ ചിന്നാർ 3-ാം മൈലിലെ വീട്ടിൽ കയറിയാണ് ആക്രമണം നടത്തിയത്. ടോണിയുടെ മുത്തശ്ശി മറിയാമ്മ മാത്രമാണ് ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. ഈ സമയം വീടിന് മുന്നിലെത്തിയ മഹേന്ദ്രൻ എന്നയാൾ വീടിന്റെ 2 ജനൽച്ചില്ലുകളും എറിഞ്ഞുടയ്ക്കുകയായിരുന്നു. തുടർന്ന് വാതിൽ തള്ളിത്തുറന്ന് അകത്തു കയറി വീട്ടുപകരണങ്ങളും നശിപ്പിച്ചു. ഭയന്നു നിലവിളിച്ച മറിയാമിയെ തള്ളി നിലത്തിട്ടെന്നും ഗ്രാമപഞ്ചായത്ത് അംഗമായ ടോണി മാത്യു പറയുന്നു. ഇവിടെ 2 ദിവസമായിട്ടൊരു വഴിത്തർക്കവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിൽ ഇടപെട്ടായിരുന്നു. സംസാരിച്ച് തീർക്കാൻ വേണ്ടി 1-2 പ്രാവശ്യം അവിടെ പോവുകയും കാര്യങ്ങൾ ഇടപെടുകയും ചെയ്തു. അതിൻ്റെ ഒരു വിരോധത്തിൽ ഈ മഹേന്ദ്രൻ എന്ന് പറയുന്ന ഈ എതിർകക്ഷി ഇന്ന് രാവിലെ മനഃപൂർവ്വമായിട്ട് ഒരു പ്രതീക്ഷിക്കാതൊരു പ്രകോപനം ഉണ്ടാക്കി വീടിൻ്റെ ചില്ലുകളെല്ലാം എറിഞ്ഞു വിട്ടിട്ട് വീട് തള്ളി തുറന്നു. ഞങ്ങളില്ലായിരുന്നു താഴെ, ഞങ്ങൾ താഴെയായിരുന്നു. ഇത് അമ്മച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വലിയമ്മച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതിനകത്ത് കയറി പുള്ളിക്കാരിയെ തല്ലി കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭീഷണിപ്പെടുത്തി ഭയങ്കരമായിട്ട് അക്രമം കാണിച്ചു വെച്ച് ഇറങ്ങിപ്പോയി. പിന്നെ ഞങ്ങൾ വേറെ വന്ന് പിടിച്ചു പോയി. പുള്ളി ഒരു ബസ്സൊക്കെ കയറി അങ്ങ് പോയി. ഞങ്ങൾ പിന്നെ പുള്ളിക്കാരിയെ ആശുപത്രിയിലാക്കി അഡ്മിറ്റാക്കി. വീട്ടിൽ കയറിയ ആക്രമി ഏറെ നേരം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. വീടിന് പുറകുവശത്തെ സ്ഥലത്ത് കൃഷിപ്പണി ചെയ്തിരുന്ന ടോണിയും സമീപവാസികളും എത്തിയപ്പോഴേക്കും ഇയാൾ ഓടി രക്ഷപ്പെട്ടു. വീഴ്ചയിൽ പരിക്കേറ്റ് നിലത്തുകിടന്ന മറിയാമയെ ഉപ്പുതറ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചിന്നാറിൽ സ്വകാര്യ വ്യക്തിയും മഹേന്ദ്രനും തമ്മിലുണ്ടായ വഴിത്തർക്കം പരിഹരിക്കാൻ ടോണി മധ്യസ്ഥം വഹിച്ചിരുന്നു. ഇതിൽ പക്ഷപാതപരമായി പെരുമാറിയെന്നാരോപിച്ച് മഹേന്ദ്രൻ 2 ദിവസമായി ടോണിയെ പരസ്യമായി അസഭ്യം പറഞ്ഞിരുന്നു. തുടർന്നാണ് വീട്ടിൽ കയറി ആക്രമണം നടത്തിയത്. സംഭവത്തിൽ മാമൂട്ടിൽ മഹേന്ദ്രനെതിരെ ഉപ്പുതറ പോലീസ് കേസെടുത്തു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ചിരിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം കട്ടപ്പന സൗത്ത് നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് S. സുധീഷ് പ്രചരണ ജാഥയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയാണ് ഡിവൈഎഫ്ഐ ജനുവരി 20-ാം തീയതി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും കേരളത്തിന് ലഭ്യമാകേണ്ട വിവിധ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിനെതിരെയും BJPയുടെ ദ്രോഹ നടപടികൾക്കെതിരെയുമാണ് മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നത്. മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥമാണ് ഡിവൈഎഫ്ഐയുടെ വിവിധ മേഖലാ കമ്മിറ്റികൾ പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നത്. കട്ടപ്പന സൗത്ത് നോർത്ത് മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രചരണ ജാഥയുടെ സമാപന സമ്മേളനമാണ് കട്ടപ്പന ഇടുക്കിക്കവലയിൽ നടന്നത്. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് S. സുധീഷ് യോഗം ഉദ്ഘാടനം ചെയ്തു. മാസം 20-ാം തീയതി നടത്തുന്ന മനുഷ്യച്ചങ്ങല ഐതിഹാസിക സമരമായി ഈ നാടിനകത്ത് മനുഷ്യമതിനായി ലക്ഷക്കണക്കിന് വരുന്ന യുവതി യുവാക്കളും രജജനങ്ങളും അണിനിരക്കുന്ന ഉജ്ജ്വലമായ സമരത്തിന് നേതായി മാറ്റി തീർക്കുവാൻ ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരോടും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമാപന യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.
പ്രചരണ ജാഥയിൽ നോർത്ത് മേഖലാ കമ്മിറ്റി ജാഥ ക്യാപ്റ്റൻ ബിബിൻ സജീവും സൗത്ത് മേഖലാ കമ്മിറ്റി ജാഥ ക്യാപ്റ്റൻ ജോജോ ജോസഫുമായിരുന്നു. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ബി അനൂപ്, ബ്ലോക്ക് സെക്രട്ടറി ഫൈസൽ ജാഫർ, നിയാസ് അബു, സൗത്ത് മേഖലാ പ്രസിഡന്റ് സിബിൻ ഇളമ്പള്ളി, സൗത്ത് മേഖലാ ട്രഷറർ ഗായത്രി, ഗൗതം തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രിൻസ് ഓവേലിയുടെ വേര് പൂവിനെഴുതിയ കത്തുകൾ എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. കട്ടപ്പന പ്രസ് ക്ലബ്ബ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസ് ഓവേലിയുടെ 4ാമത് പുസ്തകമാണ് പ്രകാശനം ചെയ്തത്. കേരള സാഹിത്യ അക്കാദമി അംഗം സുകുമാരൻ ചാലികത മുഖ്യ അതിഥിയായിരുന്നു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് സുഗതൻ കരുവാറ്റ കവി ആന്റണി മുനിയറയ്ക്ക് നൽകി പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. തുടർന്ന് നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിന്റെ ചില കവിതകൾ വായിക്കുമ്പോൾ വിശ്വപ്രസിദ്ധ എഴുത്തുകാരനായ നേച്ചർ പോയറ്റ് എന്ന് നമുക്ക് പലപ്പോഴും പറയാവുന്ന, പാടാവുന്ന, പഠിപ്പിക്കാവുന്ന വില്യം വേഴ്സ്വർത്തിന്റെ ഡാഫഡിൽസിന്റെ കഥക് തുറക്കാനുള്ള ഒരു താക്കോൽ എനിക്ക് പലപ്പോഴും പ്രിൻസിന്റെ കവിതയിൽ നിന്ന് കിട്ടാറുണ്ട്. ഞാൻ ഏറെക്കാലം പഠിപ്പിച്ച കവിതയാണ്. വേഴ്സ്വർത്ത് എനിക്ക് പ്രിയപ്പെട്ട കവിതയാണ്. ലോകത്തിലെ പല കവിതകളും ചില കവിതകളോടൊക്കെ അങ്ങനെയുള്ളൊരു ബന്ധമുണ്ട്. ഞാൻ പറഞ്ഞു പോകുന്നത്, ഞാൻ ഇവിടെ തുടങ്ങാം. പലപ്പോഴും ചില കവിതകൾ നമുക്ക് തോന്നിപ്പോകും. കേരളത്തില് വീരാൻകുട്ടിയുടെ ഒരു രീതിയിൽ പ്രിൻസിന് കവിത എഴുതാൻ പറ്റും. ഇവിടെ വീരാൻകുട്ടി, മോഹനകൃഷ്ണൻ കാലടി, അവരുടെയൊക്കെ കവിതയുടെ ഇറയത്ത് മഴ നനയാതെ പ്രിൻസ് നിൽക്കുന്നുണ്ട്. പ്രിൻസിന് കൊണ്ട് ആ ഭാഷയും എഴുത്തുമൊക്കെ. ജോസ് കോനാട്ട പുസ്തകം പരിചയപ്പെടുത്തി. കാഞ്ചിയാർ രാജൻ, മോബിൻ മോഹൻ, രാഖി ആർ ആചാരി, എസ് ജ്യോതിസ്, അഡ്വക്കേറ്റ് വി എസ് ദിബു തുടങ്ങിയവർ പങ്കെടുത്തു. പുസ്തകത്തിന്റെ കവർ ചിത്രം തയ്യാറാക്കിയ ഷാജി ചിത്രയെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് പ്രശസ്ത കവികൾ പങ്കെടുത്ത കവിയരങ്ങും നടന്നു. കെ ആർ രാമചന്ദ്രൻ കവിയരങ്ങ് ഉദ്ഘാടനം ചെയ്തു. കെ ടി രാജീവ് മോഡറേറ്ററായിരുന്നു. കട്ടപ്പന ദർശനിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വാത്തിക്കുടി കിളിയാറുകണ്ടം ഗവൺമെന്റ് LP സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ നടന്നു. സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ആഘോഷം ഉദ്ഘാടനം ചെയ്തു. കിളിയാറുകണ്ടം ഗവൺമെന്റ് LP സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷവും പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമവും സ്റ്റേജ് സമർപ്പണവുമാണ് നടന്നത്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂളിന് കെട്ടിട നിർമ്മാണത്തിനായി 1 കോടി രൂപ അനുവദിക്കുന്നതായി മന്ത്രി പറഞ്ഞു. കിളിയാറുകണ്ടം ഗവൺമെന്റ് LP സ്കൂളിന് ഒരു നല്ല അടിസ്ഥാനപരമായ കെട്ടിട നിർമ്മാണത്തിന് 1 കോടി രൂപ അനുവദിക്കുക എന്നുള്ളത് ഇവിടെ മനോഹരമായ കെട്ടിടം ഉണ്ടാകട്ടെ, അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ മാറ്റം ഉണ്ടാകട്ടെ, നമ്മുടെ നാടിൻ്റെ ഐശ്വര്യം അത് കാത്തുപരിപാലിക്കാൻ കൂട്ടായി എല്ലാവരുടെയും ശ്രമം ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അധ്യാപകരെയും മുൻ അധ്യാപകരെയും മുൻ PTA പ്രസിഡന്റുമാരെയും യോഗത്തിൽ വെച്ച് ആദരിച്ചു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ സുവർണ ജൂബിലി സ്മാരക സ്റ്റേജും മന്ത്രി നാടിന് സമർപ്പിച്ചു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി. ചലച്ചിത്ര താരങ്ങളായ കൈലാഷ്, ജോളി ജോസഫ് എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റോണിയോ എബ്രഹാം, മിനി ഷാജി, ബിജി ജോർജ്, KA അലി, ഫാദർ ജോർജ് പെരുമാലിൽ, ഫാദർ റോയി കണ്ണഞ്ചിറ, സുനിത സജീവ്, KS ജിസ് തുടങ്ങിയവർ സംസാരിച്ചു. ജനപ്രതിനിധികളുടെ വാഗ്ദാനത്തിൽ മാത്രം ഒതുങ്ങി ഉപ്പുതറ പൊരികണ്ണി 10 ഏക്കർ റോഡിലെ പണ്ടാരമ്പടി പാലം. 2020 കാലവർഷത്തിലാണ് 10 ഏക്കർ തോടിന് കുറുകെയുള്ള കോൺക്രീറ്റ് പാലം തകർന്നത്. തോടിന് കുറുകെ നാട്ടുകാർ താൽക്കാലിക പാലം നിർമ്മിച്ചെങ്കിലും അതും തകർന്നതോടെ നിരവധി കുടുംബങ്ങളാണ് ദുരിതത്തിലായിരിക്കുന്നത്. 40 വർഷം മുമ്പ് ഉപ്പുതറ ഗ്രാമപഞ്ചായത്താണ് ഇവിടെ പാലം നിർമ്മിച്ചത്. 2020 കാലവർഷത്തിലാണ് കനത്ത മഴയെ തുടർന്ന് പണ്ടാരമ്പടി റോഡിന്റെ സംരക്ഷണ ഭിത്തിയും പാലവും തകർന്നത്. തുടർന്ന് പീരുമേട് MLA വാഴൂർ സോമൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ച പാലം നിർമ്മിക്കുമെന്ന വാഗ്ദാനം നൽകി മടങ്ങി. കൂടാതെ ജില്ലാ കളക്ടർ ഉപ്പുതറയിലെത്തിയപ്പോൾ നാട്ടുകാർ നിവേദനവും നൽകിയിരുന്നു. എന്നാൽ പാലം പണിയാൻ ഒരു നടപടിയും ഉണ്ടായില്ല. റീബിൽഡ് കേരള, സംസ്ഥാന ദുരിതാശ്വാസ നിധി തുടങ്ങിയ പദ്ധതികളിൽ പോലും പാലം ഉൾപ്പെടുത്താൻ ഒരു ശ്രമവും ഉണ്ടായിട്ടില്ല. പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ വയ്യാത്തവരാണ് ഇവിടെ കൂടുതലും, വാർദ്ധക്യമായിട്ടിരിക്കുന്നവരാണ്. പിള്ളേരെ കൂടെ സ്കൂളിൽ പോകണമെങ്കിൽ ഒരാൾ വേണം പാലം കടന്ന് പോകാനായിട്ട്. പറയുമ്പോഴത്തേക്ക് എസ്റ്റേറ്റ് റോഡാണെന്ന് പറയുന്നത്. പഞ്ചായത്തിന് ആദ്യം ഒന്ന് പണിത് തന്നതാണ്, അതുകൊണ്ട് റീബിൽഡ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. ഗ്രാമസഭയിലും പറഞ്ഞിട്ടുള്ളതാണ്. പറഞ്ഞപ്പോഴാണ് ഇന്ന് ഗ്രാമസഭ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഞായറാഴ്ച ഗ്രാമസഭയായിരുന്നു. പറഞ്ഞപ്പോഴെന്താ പറഞ്ഞെന്ന് വെച്ചാൽ ഇത് റീബിൽഡ് പദ്ധതി കൊടുക്കാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്.
ഒരാൾക്ക് കടന്നുപോകാൻ പാകത്തിൽ കമുകുകൊണ്ട് നിർമ്മിച്ച തടിപ്പാലമാണ് നാട്ടുകാരുടെ ഇപ്പോഴുള്ള ആശ്രയം. വാഹനം എത്തണമെങ്കിൽ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കണം. ഇതോടെ 30ഓളം കുടുംബങ്ങൾ കടുത്ത യാത്രാ ദുരിതത്തിലാണ്. ഒരു 8-10 കുടുംബക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. കുഞ്ഞു പിള്ളേരുണ്ട്, എല്ലാം സ്കൂളിൽ പോകുന്ന പിള്ളേരാണ്. രാവിലെ പിള്ളേരെ കൊണ്ട് ഇങ്ങോട്ട് കടത്തി വിടണം, വൈകിട്ട് അതുപോലെ വരുമ്പം തിരിച്ച് വിളിച്ചോണ്ട് പോകണം. അരിയോ സാധനം എന്തെങ്കിലും മേടിച്ചോണ്ടെങ്കിൽ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ, മൊത്തം പോയി. കഴിഞ്ഞിടയ്ക്ക് ഒരു 5000 രൂപ എന്നു വെച്ചാൽ 2-3 കമുക് മേടിച്ച് തന്നു. വെള്ളം പറ്റി കഴിയുമ്പോൾ പാലം പണിത് തരാമെന്ന് പറഞ്ഞ് ഇതുവരെ ഒരു അനക്കവും ഇല്ല. ഇപ്പോൾ ഇത് പോയി. ഇപ്പം ഞങ്ങളെല്ലാം രണ്ടുപേർ കൂടി ആ തടി വെട്ടി കാല് പോലും വയ്യാതിരുന്നിട്ടാണ് ഈ പണിയൊക്കെ ചെയ്തത്. എങ്ങനെയും കടന്നു പോകാൻ വേണ്ടി. പാലം തകർന്ന വേളയിൽ താൽക്കാലിക യാത്രാ മാർഗത്തിന് നാട്ടുകാർ കവുങ്ങുപയോഗിച്ച് പാലം നിർമ്മിച്ചു. ഇത് കഴിഞ്ഞ ദിവസം തകർന്നു വീണു. ഇതിനിടെ പാലത്തിലൂടെ സഞ്ചരിച്ച 2 പേർ കാൽവഴുതി വീണ് അപകടത്തിൽപ്പെട്ടു. 2 ആഴ്ച മുമ്പ് ഞാൻ പണി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇതിന് രാത്രി പണി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അതിനകത്ത് കാല് പോയി, അത് ഒടിഞ്ഞു പോയി. കാല് ഇപ്പോൾ 2 ആഴ്ചയായിട്ട് പണിക്ക് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുപോലെ പണിക്കും പോലും അതുപോലെ വേദനയും കാര്യങ്ങളൊക്കെ എന്നെ നമുക്ക് ഈ പാലം ശരിയാക്കി തരണം. അങ്ങനെയെങ്കിലും 10 ഏക്കർ പുതുവരിലെ 30ഓളം കുടുംബങ്ങൾ സ്ഥിരമായി സഞ്ചരിക്കുന്ന പാതയുടെ ഭാഗമാണ് ഈ പാലം. കൂടാതെ പൊരികണ്ണി, പുതുവൽ, ദാസൻകട, ഒറ്റമരം, 23 ഡിവിഷൻ എന്നിവിടങ്ങളിൽ ചെല്ലാനുള്ള പാതയും ഇതുതന്നെ. 10 ഏക്കറിൽ താമസിക്കുന്നവർക്ക് ഉപ്പുതറയിൽ എത്താനുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ പാത കൂടിയാണിത്. നിരവധിയായ വിദ്യാർത്ഥികൾ ഭീതിയോടെയാണ് ഇതുവഴി സ്കൂളിലേക്ക് പോകുന്നത്. പാലം തകർന്നതോടെ ഇതുവഴിയുള്ള വാഹനയാത്രയും വർഷങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. പണ്ടാരംപടിയിൽ തോടിനു കുറുകെ പാലം നിർമ്മിച്ച പ്രദേശവാസികളുടെ യാത്രാക്ലേശവും ആശങ്കയും പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുന്ന ഉണക്ക ഇലവുമരം മുറിച്ചു മാറ്റുന്നതിനായി മാസങ്ങളായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ഒരു കുടുംബം. കാഞ്ചാർ നരിയമ്പാറ പുത്തൻപുരയ്ക്കൽ രാജുവിന്റെ വീടിന് സമീപമാണ് മരം ഉണങ്ങി നിൽക്കുന്നത്. 3 വീടുകൾക്ക് ഭീഷണിയായി നിൽക്കുന്ന ഉണക്ക ഇലവുമരം മുറിച്ച് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് 2 മാസം മുമ്പ് കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് വീട്ടുടമസ്ഥനായ രാജു കത്ത് നൽകിയിരുന്നു. എന്നാൽ വനംവകുപ്പാണ് ഇതിൽ നടപടിയെടുക്കേണ്ടതെന്നാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചത്. എന്നാൽ വനംവകുപ്പിനെ സമീപിച്ചപ്പോൾ മരം വെട്ടിമാറ്റാൻ ഫണ്ടില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞതെന്ന് രാജു പറയുന്നു. അപ്പം ഈ 1 വർഷമായിട്ട് കംപ്ലീറ്റ് ആ മരം ഉണങ്ങി നിൽക്കുക. അപ്പം അത് ഒടിഞ്ഞൊടിഞ്ഞ് വീണുകൊണ്ടിരിക്കുക. ചെടിയും 10-40 ചെടി 50 ചെടിയോളം കംപ്ലീറ്റ് പോവുക. ആ ഭാഗത്ത് പണി ചെയ്യാനും പറ്റിയാലും ഒന്നും പറ്റി പേടിച്ചിട്ട് അങ്ങോട്ട് പോകാനും പറ്റിയല്ല. 2 വീട് ഇവിടെ ഉണ്ട്. അത് എങ്ങോട്ടാണ് മറിയുന്നതെന്ന് ഒരു പിടിയില്ല ഞങ്ങൾക്ക്. അപ്പം അത് കാരണം ഞാനിവിടെ പഞ്ചായത്തിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു. അവിടുത്തെ കമ്മിറ്റിയുടെ നടന്ന് പാസ്സായി എനിക്ക് വന്നു, വെട്ടാനുള്ള ഓർഡർ കിട്ടി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഫണ്ടില്ല, അങ്ങനെയാണെന്ന് പറഞ്ഞ് തള്ളി ഇട്ടുകൊണ്ടിരുന്നു. ക്രിസ്മസിന് മുമ്പേ ആ സംഗതി കൊണ്ട് കൊടുത്തത്. അപ്പം ക്രിസ്മസ് കഴിഞ്ഞ ഉടനെ നമ്പർ എടുത്ത് ഞാൻ പറഞ്ഞപ്പം നമ്പർ പറഞ്ഞു അവരെല്ലാം മാറിപ്പോവുക, അത് കാരണം പുതിയ ആൾ വരുമ്പം നമുക്കത് തീരുമാനിക്കാമെന്ന് പറഞ്ഞ് തീരുമാനിച്ച് നമ്പറും ഇവിടെയുള്ള ഒരു ജയനും കൂടെ പോയി അവിടെ പോയി ചോദിച്ചപ്പം ഫോറസ്റ്റ് ഓഫീസിൽ ചോദിച്ചപ്പം അവർ പറഞ്ഞു നോക്കട്ടെ അത് വെട്ടാം എന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് ഒരു അനക്കവുമില്ല, ഒന്നുമില്ല. കഴിഞ്ഞ ആഴ്ച ഒരു കാറ്റും മഴ പെയ്തപ്പം നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് വരെ ഏകരം ഒടിഞ്ഞു വന്ന് തെറിച്ചങ്ങ് വീണിരിക്കുകയായിരുന്നു. ഏകദേശം 100 അടിക്കുമേൽ ഉയരമുള്ള ഈ മരത്തിൽ നിന്നും ഉണങ്ങിയ ശിഖരങ്ങൾ ഒടിഞ്ഞു വീഴുന്നത് മൂലം രാജുവിന് കൃഷിയിടത്തിലേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമാണുള്ളത്. 3 കുടുംബങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി നിൽക്കുന്ന ഉണങ്ങിയ മരം വെട്ടിമാറ്റാൻ ആവശ്യമായ നടപടി അധികൃതർ സ്വീകരിക്കണമെന്നാണ് രാജുവിന്റെ ആവശ്യം. കാഞ്ചാർ സ്വരാജ് തൊപ്പിപ്പാളയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ് കാട്ടുപന്നി ചത്തു. മറ്റപ്പള്ളി കവല പുതുപ്പറമ്പിൽ അപ്പുവിന്റെ കുടിവെള്ളമെടുക്കുന്ന കിണറ്റിലാണ് പന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പന്നിയെ പുറത്തെടുക്കുകയും മേൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. മറ്റപ്പള്ളി കവല പുതുപ്പറമ്പിൽ അപ്പുവിന്റെ കുടിവെള്ളമെടുക്കുന്ന കിണറ്റിലാണ് പന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. കൃഷി ആവശ്യത്തിന് അപ്പു കിണറ്റിന് സമീപത്തെത്തിയപ്പോഴാണ് കിണറ്റിൽ പന്നി കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ വനംവകുപ്പിനെ വിവരം അറിയിച്ചു. തുടർന്ന് കാഞ്ചാർ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഉദയഭാനുവിന്റെ നേതൃത്വത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പന്നിയെ പുറത്തെടുക്കുകയായിരുന്നു. 2 ദിവസത്തോളം പഴക്കമുണ്ടെന്നാണ് നിഗമനം. 60 കിലോയോളം തൂക്കമുള്ള പന്നിയാണ് കിണറ്റിൽ വീണ് ചത്തത്. അപ്പുവിന്റെ വീട്ടിൽ നിന്ന് 500 മീറ്റർ താഴെയാണ് കിണർ സ്ഥിതി ചെയ്യുന്നത്. ഈ ഭാഗം കാട് പിടിച്ചു കിടക്കുകയാണ്. സംരക്ഷണ ഭിത്തിയില്ലാത്ത കിണറായതിനാൽ പന്നി ഓടിവന്ന വഴി കിണറ്റിൽ വീണതാകാമെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മേൽ നടപടികൾ സ്വീകരിച്ചു. വൈദ്യുതി തടസ്സം നേരിടുന്ന സാഹചര്യത്തിൽ ഇരുട്ടിലാവുന്ന പീരുമേട് സബ് ജയിലിലെ തടവുകാർക്ക് വെളിച്ചമേകുന്ന നടപടികൾക്കായി മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി നിവേദനം സമർപ്പിച്ചു. പീരുമേട് സബ് ജയിലിന് ജനറേറ്റർ വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ജയിൽ വകുപ്പിനുമാണ് ഗിന്നസ് മാടസ്വാമി നിവേദനം സമർപ്പിച്ചത്.
കരണ്ട് പോയാൽ പീരുമേട് സബ് ജയിലിലെ അന്തേവാസികൾ മെഴുകുതിരി വെളിച്ചത്തെയാണ് ആശ്രയിക്കുന്നത്. സബ് ജയിലിലേക്ക് ഒരു ജനറേറ്ററിന്റെ ആവശ്യം ഉന്നയിച്ച ജയിൽ അധികൃതർ ബന്ധപ്പെട്ട വകുപ്പിന് 7,20,000 രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകിയെങ്കിലും ഇതുവരെ ജനറേറ്റർ അനുവദിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് പീരുമേട് സബ് ജയിലിലെ തടവുകാർക്ക് വെളിച്ചമേകുക എന്ന ലക്ഷ്യത്തോടെ മനുഷ്യാവകാശ പ്രവർത്തകനായ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി രംഗത്തെത്തിയത്. സബ് ജയിലിന് ജനറേറ്റർ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ജയിൽ വകുപ്പിനും നിവേദനം സമർപ്പിച്ചതായി ഡോക്ടർ ഗിന്നസ് മാടസ്വാമി പറഞ്ഞു. പീരുമേട് സബ് ജയിലിൽ ജനറേറ്റർ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് വൈദ്യുതി നിലച്ചാൽ അവിടുത്തെ അന്തേവാസികൾ ഇരുട്ടിലാണ് താമസിക്കുന്നത്. മെഴുകുതിരി വെട്ടത്തിലാണ് കഴിയുന്നത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ 7,20,000 രൂപയുടെ എസ്റ്റിമേറ്റ് എടുത്ത് ജയിൽ വകുപ്പിന് അയച്ചിരുന്നെങ്കിലും നാളിതുവരെ പാസ്സാക്കിയിട്ടില്ല. എത്രയും വേഗം ഈ തുക പാസ്സാക്കിയാൽ മാത്രമേ ജനറേറ്റർ സംവിധാനം ഉണ്ടാവുകയുള്ളൂ. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞാൻ നിവേദനം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജയിൽ വകുപ്പിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വിവിധ കുറ്റകൃത്യങ്ങളിൽ കുറ്റാരോപിതരായി പീരുമേട്, ഇടുക്കി, ഉടുമ്പൻചോല, ദേവികുളം എന്നീ 4 താലൂക്കുകളിൽ നിന്നുമുള്ള തടവുകാരാണ് പീരുമേട് സബ് ജയിലിൽ കഴിയുന്നത്. വൈദ്യുതി തടസ്സം നേരിടുന്ന ദിവസങ്ങളിൽ ഇരുട്ടിൽ കഴിയേണ്ടി വരുന്ന പീരുമേട് സബ് ജയിലിലെ തടവുകാരുടെ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നതാണ് ഉയരുന്ന ആവശ്യം. കുട്ടിക്കാനം മരിയൻ കോളേജിലെ 2ാം വർഷ സോഷ്യൽ വർക്ക് ട്രെയിനികൾ തങ്കമണി ദൈവദാൻ സെന്ററിൽ സീനിയർ സിൻഗ് എന്ന പേരിൽ കമ്മ്യൂണിറ്റി പ്രോഗ്രാം സംഘടിപ്പിച്ചു. കാമാക്ഷി കുടുംബാരോഗ്യ കേന്ദ്രവുമായി സഹകരിച്ചാണ് പരിപാടി നടത്തിയത്. കോളേജിലെ സോഷ്യൽ വർക്ക് ട്രെയിനികളായ അന്നു ബെന്നി ജോണും അക്ഷര എസ് നായരുമാണ് തങ്കമണി ദേവദാസൻ സെന്ററിൽ സീനിയർ സിംഗ് എന്ന കമ്മ്യൂണിറ്റി പ്രോഗ്രാം സംഘടിപ്പിച്ചത്. കാമാക്ഷി FHSCയിലെ MLSP നഴ്സായ എലിസബത്ത്, പാലിയേറ്റീവ് നഴ്സായ പെണ്ണമ്മ തോമസ്, സോഷ്യൽ വർക്ക് ട്രെയിനിമാരായ അന്നു ബെന്നി ജോൺ, അക്ഷര എസ് നായർ ദേവദാസൻ സെന്ററിലെ അന്തേവാസികളുമായി സമയം ചിലവഴിച്ചു. പരിപാടിയിൽ വെച്ച് അന്തേവാസികൾക്കായി നല്ല ഉറക്കത്തിന്റെ ആവശ്യകതയും അതുമായി ബന്ധപ്പെട്ട വ്യക്തിഗത ശുചിത്വ ചർച്ചകളും നടത്തി. വിവിധ ഗെയിമുകളും പരിപാടികളും അന്തേവാസികൾക്കായി ഇവർ സംഘടിപ്പിച്ചിരുന്നു. ആനന്ദമേറും നിന്റെ അനേന മടി കേളാനെ നീലച്ചു വീങ്ങി ഇതിലൂടെ അന്തേവാസികളെ കൂടുതൽ ഊർജ്ജസ്വലരാക്കാൻ കഴിഞ്ഞതായി കുട്ടികൾ പറഞ്ഞു. 30 അന്തേവാസികളാണ് ദേവദാസൻ സെന്ററിലുള്ളത്. CSI ഈസ്റ്റ് കേരള മഹാ ഇടവക ഉപ്പുതറ വൈദിക ജില്ലാ കൺവെൻഷനും ഐക്യ തിരുവത്താഴ ശുശ്രൂഷയും നടന്നു. ചപ്പാത്ത് ഹെൻവാലി ഓൾ സെയിന്റ് CSI പള്ളിയിൽ 2 ദിവസങ്ങളായി നടന്ന കൺവെൻഷനുകളിൽ പ്രസിദ്ധ സുവിശേഷക മോളി ലൂക്ക് വെണ്ണിക്കുളം വചന ശുശ്രൂഷ നടത്തി. CSI ഈസ്റ്റ് കേരള മഹാ ഇടവക ഉപ്പുതറ വൈദിക ജില്ലാ കൺവെൻഷനും ഐക്യ തിരുവത്താഴ ശുശ്രൂഷയുമാണ് സംഘടിപ്പിച്ചത്. 2 ദിവസങ്ങളായി നടന്ന കൺവെൻഷൻ ചപ്പാത്ത് ഹെവൻ വാലി ഓൾ സെയിന്റ് CSI പള്ളിയിലാണ് നടന്നത്. വർത്തമാനകാല സംഭവങ്ങൾ യേശുക്രിസ്തുവിന്റെ 2ാം വരവിനുള്ള മുന്നോടിയാണ്. ലോകത്തിന്റെയും നോഹയുടെയും കാലത്തിന് സമാനമാണ് ഇന്നത്തെ സംഭവങ്ങളെന്നും പ്രസിദ്ധ സുവിശേഷക മോളി ലൂക്ക് വെണ്ണിക്കുളം വചന ശുശ്രൂഷയിൽ പറഞ്ഞു. ഒരുപാട് സമയമെടുക്കും, അതുകൊണ്ട് അതൊന്നും ഞാൻ മുതിരുന്നില്ല. എന്നാൽ ഇന്നലെ ഓർപ്പിച്ച വെളിപ്പാട് പുസ്തകത്തിലെ 22 അധ്യായങ്ങളിൽ 4 പ്രധാന വിഷയങ്ങളാണ്. ഈ 4 പ്രധാന വിഷയങ്ങളാണ് കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളും കർത്താവിന്റെ വരവും സഭയിൽ എടുക്കപ്പെടുന്നതും എതിർപ്പിന്റെ വാഴ്ചയും അന്ത്യനായകനും എല്ലാം ഈ വിഷയത്തിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഉപ്പുതറ വൈദിക ജില്ലാ ചെയർമാൻ ഫാദർ KA ലൂക്കോസ് അധ്യക്ഷനായിരുന്നു. ഫാദർ ജോസഫ് ലൂക്കോസ്, ഫാദർ A വിജയൻ, ഫാദർ ബിനോയ് മാത്യു, ഫാദർ അരുൺ ജോസഫ്, ഫാദർ ജെയ്സിംഗ് നോബർട്ട്, ഫാദർ കിങ്സ്ലി മാനുവൽ, ശുശ്രൂഷകരായ N സൈമൺ, CS ജോയി, ക്രിസ്റ്റഫർ പാലയ്യ, സോനു തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. തമിഴ്നാടിനൊപ്പം തോട്ടം മേഖലയ്ക്കും പ്രാധാന്യമേറിയ പൊങ്കലിനെ വരവേൽക്കാൻ ഒരുങ്ങി പീരുമേട് തോട്ടം മേഖല. പൊങ്കൽ മഹോത്സവത്തിന്റെ പ്രധാന ഇനമായ കരിമ്പ് വിപണി തോട്ടം മേഖലയിലെ ടൗണുകൾ കൈയടക്കി. പൊങ്കലിന്റെ തലേദിവസം പ്രധാന ടൗണുകളിലെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. വിളവെടുപ്പ് ഉത്സവമായ പൊങ്കലിനെ തമിഴ്നാടിനൊപ്പം പീരുമേട് തോട്ടം മേഖലയും വരവേൽക്കാനൊരുങ്ങുകയാണ്.
പീരുമേട് തോട്ടം മേഖലയിൽ ധാരാളം തമിഴ് വംശജർ അധിവസിക്കുന്നതിനാൽ വലിയ ആഘോഷമായാണ് പൊങ്കലിനെ വരവേൽക്കുന്നത്. ജനുവരി 15 മുതൽ 17 വരെയാണ് പൊങ്കൽ ആഘോഷങ്ങൾ നടക്കുക. ജനുവരി 14 ഭോഗി പൊങ്കലോടെ ആരംഭിക്കുന്ന പൊങ്കൽ മഹോത്സവം മകരപ്പൊങ്കൽ, മാട്ടുപ്പൊങ്കൽ, കാണും പൊങ്കൽ എന്നിവയോടെയാണ് സമാപിക്കുക. പൊങ്കൽ ആഘോഷത്തിലെ പ്രധാന ഇനമായ കരിമ്പ് വിപണി തോട്ടം മേഖലയിലെ എല്ലാ ടൗണുകളും കീഴടക്കി. ഒരു കെട്ട് കരിമ്പിന് 300 രൂപയാണ് വില. ഇത് ഓരോന്നായി വാങ്ങുമ്പോൾ ഒരു കരിമ്പിന് 50 രൂപയാണ് വ്യാപാരികൾ ഈടാക്കുന്നത്. പൊങ്കലിനോടനുബന്ധിച്ച് കരിമ്പ് വിപണി സജീവമായെന്നും മോശമല്ലാത്ത വിപണനമാണ് നടന്നതെന്നും വ്യാപാരികൾ പറയുന്നു. നല്ല കച്ചവടമാണ്. കരുമ്പ് ആൾക്കാർ ടേസ്റ്റ് ഉള്ള കരുമ്പ് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ ഈ തമിഴ് ആൾക്കാർക്ക് ആണ് ഈ ഫങ്ഷൻ ഉള്ളത്. കരുമ്പ് വ്യാപാരം അവർക്കാണ് കൂടുതൽ വിറ്റ് പോകുന്നത്. എന്ത് വിലയുണ്ട്? കെട്ടിന് 300 രൂപ, 350 രൂപ. വലുപ്പം അനുസരിച്ച് ഉള്ള കച്ചവടം. വലിയതായിട്ട് നല്ല സെയിലാവും. ഇതോടൊപ്പം തന്നെ പൂവിപണിയും പൊങ്കലിനോടനുബന്ധിച്ച് തോട്ടം മേഖലയിൽ സജീവമായിരുന്നു. മാവില, വേപ്പില, കന്നിപ്പുല്ല എന്നിവ ഒരുമിച്ച് കെട്ടി പൊങ്കൽ ദിനത്തിൽ വീടിന്റെ വാതിൽപ്പടിയിൽ സ്ഥാപിക്കുന്നതും പൊങ്കൽ ദിന പ്രത്യേക ചടങ്ങുകളിൽ ഒന്നാണ്. ഇതിനായി തയ്യാറാക്കിയ പൂക്കെട്ടും വിപണിയിൽ സജീവമായിരുന്നു. ഒപ്പം വസ്ത്രവ്യാപാര കേന്ദ്രങ്ങളിലും സ്വർണ്ണ വ്യാപാര കേന്ദ്രങ്ങളിലും പൊങ്കലിനോടനുബന്ധിച്ച തിരക്ക് അനുഭവപ്പെട്ടു. പഴം, പച്ചക്കറി, മധുര പലഹാര വ്യാപാര സ്ഥാപനങ്ങളും സജീവമായിരുന്നു. 3 ദിവസങ്ങളിലായി നടക്കുന്ന പൊങ്കൽ ആഘോഷത്തെ വരവേൽക്കുവാനൊരുങ്ങുകയാണ് പീരുമേട് തോട്ടം മേഖല. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമല മകരവിളക്ക് ദർശനത്തിനായുള്ള ഒരുക്കങ്ങൾ ജില്ലയിൽ പൂർത്തിയായി. ദർശന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് പുല്ലുമേട്, പരുന്തുംപാറ, പാഞ്ചാലിമേട് എന്നിവിടങ്ങളിൽ. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭക്തർ ഇത്തവണ എത്തുമെന്ന് പ്രതീക്ഷ. ചിന്നക്കനാലിൽ ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവന്നിരുന്ന അനിശ്ചിതകാല റിലേ നിരാഹാര സമരം അവസാനിപ്പിച്ചു. സമരം അവസാനിപ്പിച്ചത് ഡിജിറ്റൽ റീസർവേയിൽ കൈവച്ചക്കാരുടെ ഭൂമി ഉൾപ്പെടുത്തേണ്ട എന്ന സർക്കാർ നിലപാട് ഹൈക്കോടതി സ്റ്റേ ചെയ്തതിനെ തുടർന്ന്. സർക്കാർ നിലപാട് അനുകൂലമല്ലെങ്കിൽ സമരം വീണ്ടും പുനരാരംഭിക്കും. നെടുങ്കണ്ടം മുണ്ടിയരുമയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നടന്ന വ്യാപക മോഷണത്തിൽ നിർണായക കണ്ടെത്തലുമായി പോലീസ്. CCTV ദൃശ്യങ്ങളുടെ ശാസ്ത്രീയ പരിശോധനയിൽ മോഷണം നടത്തിയത് ഒരാൾ മാത്രമാണെന്ന് കണ്ടെത്തി. ആദ്യം 6ഓളം ആളുകൾ ഉണ്ടെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. ESI ആശുപത്രികൾ വഴിയുള്ള റീഇംബേഴ്സ്മെന്റ് ക്ലെയിമുകൾ ഇടുക്കിയിലെ സാധാരണക്കാർക്ക് നഷ്ടമാകുന്നു. പ്രതിസന്ധിക്ക് കാരണം ക്ലെയിമിനായി OP ടിക്കറ്റ് നിർബന്ധമാക്കിയും OP ടിക്കറ്റിൽ തന്നെ ഡോക്ടർ മരുന്നുകൾ എഴുതണമെന്നുള്ള ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഡയറക്ടറേറ്റിന്റെ സർക്കുലർ എത്തിയതും ESI ഡിസ്പെൻസറികളിൽ ആവശ്യത്തിന് മരുന്നില്ലാത്തതും സാധാരണക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.